കഴിഞ്ഞ ചാപ്റ്ററുകളിൽ 3D സോളിഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അടുത്തതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് 300 by 300 ഇന്നർ ഡയമെൻഷനുള്ള ഒരു റൂമിന്റെ 3 ഡയമെൻഷണൽ വ്യൂ ആണ്. വാൾ തിക്നെസ് 20 ആണ്. ഒരു ബിൽഡിംഗിന്റെ 3D വ്യൂ വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ലെയറുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലെയറുകൾ ക്രിയേറ്റ് ചെയ്യാം. അതിനായി ലേയേഴ്സ് പാനലിൽ പോവുക. ലെയർ പ്രോപ്പർട്ടീസ് മാനേജർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനായി ന്യൂ ലെയർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ലെയറിന് അനുയോജ്യമായ ഒരു നെയിം നൽകുക. വാൾ എന്നാണ് നൽകുന്നത്. ലെയറിന് അനുയോജ്യമായ ഒരു കളർ നൽകുക. അതിനായി ഈ കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് കളർ എന്ന ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതാണ്. ഈ കാണുന്ന ഡയലോഗ് ബോക്സിൽ നിന്നും അനുയോജ്യമായ ഒരു കളർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം OK എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനായി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ലെയറിന് അനുയോജ്യമായ ഒരു നെയിം നൽകുക. ബേസ്മെന്റ് എന്ന നെയിമാണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഈ കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആയി വരുന്ന സെലക്ട് കളർ എന്ന ഡയലോഗ് ബോക്സിൽ നിന്നും അനുയോജ്യമായ ഒരു കളർ ബേസ്മെന്റിന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം OK എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനായി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായൊരു നെയിം ലെയറിന് നൽകുക. സ്റ്റെപ്പ് എന്ന നെയിമാണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം അനുയോജ്യമായൊരു കളർ ലെയറിന് നൽകുക. അതിനായി ഈ കാണുന്ന സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായൊരു കളർ ഈ കാണുന്ന ഡയലോഗ് ബോക്സിൽ നിന്നും തിരഞ്ഞെടുക്കുക. അതിനുശേഷം OK എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനായി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ലെയറിന് സൺഷെയ്ഡ് എന്ന നെയിം നൽകുക. അതിനുശേഷം അനുയോജ്യമായൊരു കളർ ലെയറിന് നൽകുക. അതിനായി ഈ കാണുന്ന സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായ കളർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം OK എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും അടുത്ത ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനായി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ലെയറിന് നെയിം നൽകുക. പാരപെറ്റ് എന്ന നെയിമാണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം അനുയോജ്യമായൊരു കളർ ലെയറിന് നൽകുക. അതിനായി ഈ കാണുന്ന സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായൊരു കളർ സെലക്ട് കളർ എന്ന ഡയലോഗ് ബോക്സിൽ നിന്നും തിരഞ്ഞെടുക്കുക. അതിനുശേഷം OK എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനായി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ലെയറിന് അനുയോജ്യമായൊരു നെയിം നൽകുക. ലെയറിന് അനുയോജ്യമായൊരു കളർ നൽകുക. അതിനായി ഈ കാണുന്ന സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് അനുയോജ്യമായൊരു കളർ തിരഞ്ഞെടുത്തതിനു ശേഷം OK എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനായി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലെയറിന് അനുയോജ്യമായൊരു നെയിം നൽകുക. പിന്നീട് ക്രിയേറ്റ് ചെയ്ത ലെയറിന് അനുയോജ്യമായൊരു കളർ നൽകുക. അതിനായി ഈ കാണുന്ന സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഡയലോഗ് ബോക്സിൽ നിന്നും അനുയോജ്യമായൊരു കളർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം OK എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ ആവശ്യാനുസരണം നമുക്ക് ലെയറുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലെയറുകൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഈ കാണുന്ന ക്ലോസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ലേയേഴ്സ് പാനലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 0 എന്ന കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത ലെയറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 3D വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രോ ചെയ്ത പ്ലാൻ കോപ്പി ചെയ്യുക. അതിനായി മോഡിഫൈ പാനലിലെ കോപ്പി എന്ന കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം കോപ്പി ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. പിന്നീട് എന്റർ കീ പ്രസ് ചെയ്യുക. ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുക.
അനാവശ്യമായ ലൈൻസ് സെലക്ട് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ചെയ്യുക. ആദ്യമായി ബേസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ലേയേഴ്സ് പാനലിൽ പോവുക. കറന്റ് ലെയറായ 0ൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ലിസ്റ്റിൽ നിന്നും ബേസ്മെന്റ് എന്ന ലെയർ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ബേസ്മെന്റ് ലെയറാണ് കറന്റ് ലെയറായി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഡ്രോ പാനലിലെ റെക്ടാംഗിൾ കമാൻഡ് തിരഞ്ഞെടുക്കുക. പിന്നീട് ഫസ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് കോർണർ സ്പെസിഫൈ ചെയ്യുക. പിന്നീട് വിഷ്വൽ സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക. അതിനായി 2D വയർഫ്രെയിം എന്നെഴുതിയതിനു മുകളിൽ മൗസ് പോയിന്റർ പ്ലേസ് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന വിഷ്വൽ സ്റ്റൈലിൽ നിന്നും കോൺസെപ്ച്വൽ എന്ന വിഷ്വൽ സ്റ്റൈൽ തിരഞ്ഞെടുക്കുക. പിന്നീട് വ്യൂ ചേഞ്ച് ചെയ്യുക. അതിനായി ടോപ്പ് എന്നെഴുതിയതിനു മുകളിൽ മൗസ് പോയിന്റർ പ്ലേസ് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ലിസ്റ്റിൽ നിന്നും സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്ന വ്യൂ തിരഞ്ഞെടുക്കുക. പിന്നീട് ക്രിയേറ്റ് ചെയ്ത ബേസ്മെന്റ് എക്സ്ട്രൂഡ് ചെയ്യുക. അതിനായി മോഡലിംഗ് പാനലിലെ എക്സ്ട്രൂഡ് കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം എക്സ്ട്രൂഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. എക്സ്ട്രൂഷൻ ഹൈറ്റ് 45 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ബേസ്മെന്റ് എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. അതിനായി ലേയേഴ്സ് പാനലിൽ ക്ലിക്ക് ചെയ്യുക. കറന്റ് ലെയറായ ബേസ്മെന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. 0 ലെയർ എന്ന ലെയർ കറന്റ് ലെയറാക്കി സെറ്റ് ചെയ്യുക. അതിനുശേഷം 0 എന്ന കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ബേസ്മെന്റ് എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. അതിനായി ഫ്രീസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വ്യൂ ചേഞ്ച് ചെയ്യുക. അതിനായി സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്നെഴുതിയതിനു മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിസ്റ്റിൽ നിന്നും ടോപ്പ് എന്ന വ്യൂ തിരഞ്ഞെടുക്കുക. അടുത്തതായി റൂമിന്റെ വാൾ ക്രിയേറ്റ് ചെയ്യാം. അതിനായി വീണ്ടും ലേയേഴ്സ് പാനൽ തിരഞ്ഞെടുക്കുക. പിന്നീട് കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. വാൾ എന്ന ലെയറിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് മോഡലിംഗ് പാനലിലെ പോളിസോളിഡ് എന്ന കമാൻഡ് തിരഞ്ഞെടുക്കുക. പിന്നീട് കമാൻഡ് ലൈനിലെ ഹൈറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 300 എന്ന വാല്യൂ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് കമാൻഡ് ലൈനിലെ വിഡ്ത് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 20 എന്ന വാല്യൂ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. അടുത്തതായി കമാൻഡ് ലൈനിലെ ജസ്റ്റിഫൈ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രധാനമായും 3 ജസ്റ്റിഫിക്കേഷൻ ഓപ്ഷനാണ് കാണാൻ സാധിക്കുന്നത്: ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്. ഇതിൽ നിന്നും ലെഫ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. വീണ്ടും അടുത്ത പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. പോളിസോളിഡ് ക്ലോസ് ചെയ്യുന്നതിനായി കമാൻഡ് ലൈനിലെ ക്ലോസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വ്യൂ ചേഞ്ച് ചെയ്യുക. അതിനായി ടോപ്പ് എന്ന് എഴുതിയതിനു മുകളിൽ മൗസ് പോയിന്റർ പ്ലേസ് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്യുക. സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്ന വ്യൂ തിരഞ്ഞെടുക്കുക. പിന്നീട് ലേയേഴ്സ് പാനൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ബേസ്മെന്റ് എന്ന ലെയർ അൺഫ്രീസ് ചെയ്യുക. അതിനായി ഫ്രീസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് സ്റ്റെപ്പ് എന്ന ലെയർ തിരഞ്ഞെടുക്കുക. പിന്നീട് ഡ്രോ പാനലിലെ റെക്ടാംഗിൾ കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു ഫസ്റ്റ് കോർണർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം മോഡലിംഗ് പാനലിലെ എക്സ്ട്രൂഡ് കമാൻഡ് തിരഞ്ഞെടുക്കുക.
അതിനുശേഷം എക്സ്ട്രൂഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. 15 എന്ന എക്സ്ട്രൂഷൻ വാല്യൂ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഡ്രോ പാനലിലെ റെക്ടാംഗിൾ കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു ഫസ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്യുക. പിന്നീട് ഒരു സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് 0 ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. പിന്നീട് മോഡലിംഗ് പാനലിലെ എക്സ്ട്രൂഡ് കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം എക്സ്ട്രൂഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. 15 എന്ന എക്സ്ട്രൂഷൻ ഹൈറ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മോഡിഫൈ പാനലിലെ മൂവ് കമാൻഡ് തിരഞ്ഞെടുക്കുക. ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ 15 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് സ്റ്റെപ്പ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മോഡിഫൈ പാനലിലെ മൂവ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് 15 എന്ന ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് ക്രിയേറ്റ് ചെയ്ത സ്റ്റെപ്പ് യൂണിയൻ കമാൻഡ് ഉപയോഗിച്ച് യൂണിയൻ ചെയ്യുക. അതിനായി സോളിഡ് എഡിറ്റിംഗ് പാനലിലെ യൂണിയൻ എന്ന കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. വീണ്ടും യൂണിയൻ ചെയ്യേണ്ട അടുത്ത ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. അടുത്തതായി വാളിൽ ഒരു ഡോർ സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി മറ്റു ലെയറുകൾ ഫ്രീസ് ചെയ്യുക. അതിനായി ലെയേഴ്സ് പാനലിൽ പോവുക. കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. മറ്റു ലെയറുകൾ ഫ്രീസ് ചെയ്യുക. വാൾ എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. അതിനായി ഫ്രീസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ബേസ്മെന്റ് എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. അതിനായി ഫ്രീസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. കറന്റ് ലെയർ ഫ്രീസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിനാൽ 0 എന്ന ലെയർ കറന്റ് ലെയറായി സെറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും 0 എന്ന ലെയറിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് സ്റ്റെപ്പ് എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. അതിനായി ഫ്രീസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ലെയേഴ്സ് പാനലിൽ പോവുക. കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഡോർ എന്ന ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രോ പാനലിലെ റെക്ടാംഗിൾ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഡോർ സ്പേസിൽ റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്യുക. അതിനായി ഫസ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് കോർണർ സ്പെസിഫൈ ചെയ്യുക. പിന്നീട് മോഡലിംഗ് പാനലിലെ എക്സ്ട്രൂഡ് കമാൻഡ് ഉപയോഗിച്ച് എക്സ്ട്രൂഡ് ചെയ്യുക. അതിനായി എക്സ്ട്രൂഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ചെയ്ത റെക്ടാംഗിൾ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. എക്സ്ട്രൂഷൻ ഹൈറ്റ് 210 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം മോഡലിംഗ് പാനലിലെ പ്രസ് പുൾ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രസ് പുൾ ചെയ്യേണ്ട ഏരിയ സെലക്ട് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രൂഷൻ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം എസ്കേപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത 3D സോളിഡ് മൂവ് കമാൻഡിന്റെ സഹായത്തോടുകൂടി മൂവ് ചെയ്യുക. അതിനായി മോഡിഫൈ പാനലിലെ മൂവ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഒരു സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് വിൻഡോ സ്പേസ് ക്രിയേറ്റ് ചെയ്യുവാൻ ലെയേഴ്സ് പാനലിൽ പോവുക. കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. വിൻഡോ എന്ന ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വ്യൂ ചേഞ്ച് ചെയ്യുക. അതിനായി സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക്കിൽ മൗസ് പോയിന്റർ പ്ലേസ് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ലിസ്റ്റിൽ നിന്നും ടോപ്പ് എന്ന വ്യൂ തിരഞ്ഞെടുക്കുക. പിന്നീട് റെക്ടാംഗിൾ കമാൻഡ് തിരഞ്ഞെടുക്കുക. ഒരു ഫസ്റ്റ് കോർണർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഒരു സെക്കൻഡ് കോർണർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് വ്യൂ ചേഞ്ച് ചെയ്യുക. അതിനായി ടോപ്പിൽ ക്ലിക്ക് ചെയ്യുക. സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനായി അനാവശ്യമായ ലൈൻ സെലക്ട് ചെയ്യുക. ഡിലീറ്റ് ചെയ്യുക. പിന്നീട് എക്സ്ട്രൂഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം പോളിലൈൻ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രൂഷൻ ഹൈറ്റ് 135 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം പ്രസ് പുൾ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ബൗണ്ടഡ് ഏരിയ സെലക്ട് ചെയ്യുക. പിന്നീട് ഒരു എക്സ്ട്രൂഷൻ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് എസ്കേപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യുക. മോഡിഫൈ പാനലിലെ മൂവ് കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം മൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഒരു സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് ലേയേഴ്സ് പാനലിൽ ക്ലിക്ക് ചെയ്യുക. കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബേസ്മെന്റ് ലെയർ അൺഫ്രീസ് ചെയ്യുക. അതിനുശേഷം വാൾ എന്ന ലെയർ അൺഫ്രീസ് ചെയ്യുക. അതിനുശേഷം വ്യൂ ചേഞ്ച് ചെയ്യുക. വ്യൂ ലിസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് ഐസോമെട്രിക് എന്ന വ്യൂ തിരഞ്ഞെടുക്കുക. പിന്നീട് മോഡിഫൈ പാനലിലെ മൂവ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിൻഡോ സ്പേസ് ക്രിയേറ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് 75 എന്ന ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം വ്യൂ ചേഞ്ച് ചെയ്യുക. അതിനായി നോർത്ത് ഈസ്റ്റ് ഐസോമെട്രിക്കിൽ ക്ലിക്ക് ചെയ്യുക. വ്യൂ ലിസ്റ്റിൽ നിന്നും സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്ന വ്യൂ തിരഞ്ഞെടുക്കുക. വിൻഡോ ഡോർ സ്പേസ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി സബ്ട്രാക്ട് കമാൻഡ് ഉപയോഗിക്കുക. അതിനായി സോളിഡ് എഡിറ്റിംഗ് പാനലിലെ സബ്ട്രാക്ട് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുക. പിന്നീട് എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം വാൾ ബേസ്മെന്റ് ലെയറുകളെ ഫ്രീസ് ചെയ്യുക. അതിനായി ലേയേഴ്സ് പാനലിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. വാൾ എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. അതിനുശേഷം ബേസ്മെന്റ് എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. അടുത്തതായി നമുക്ക് സൺഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ലേയേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. സൺഷെയ്ഡ് എന്ന ലെയർ തിരഞ്ഞെടുക്കുക. പിന്നീട് വ്യൂ ചേഞ്ച് ചെയ്യുക. അതിനായി സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക്കിൽ ക്ലിക്ക് ചെയ്യുക. ടോപ്പ് എന്ന വ്യൂ തിരഞ്ഞെടുക്കുക. അതിനുശേഷം പോളിസോളിഡ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. കമാൻഡ് ലൈനിലെ ഹൈറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 10 എന്ന വാല്യൂ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അടുത്തതായി കമാൻഡ് ലൈനിലെ വിഡ്ത് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 60 എന്ന വാല്യൂ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അടുത്തതായി കമാൻഡ് ലൈനിൽ കാണുന്ന ജസ്റ്റിഫൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഒരു സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് ഒരു സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. തേർഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം കമാൻഡ് ലൈനിലെ ക്ലോസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വ്യൂ ചേഞ്ച് ചെയ്യുക. അതിനായി ടോപ്പ് വ്യൂ കൺട്രോളിൽ ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റിൽ നിന്നും സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്ന വ്യൂ കൺട്രോൾ തിരഞ്ഞെടുക്കുക. ഫ്രീസ് ചെയ്ത ലെയറുകളെല്ലാം അൺഫ്രീസ് ചെയ്യുക. അതിനായി ലേയേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബേസ്മെന്റ് എന്ന ലെയർ അൺഫ്രീസ് ചെയ്യുക. വീണ്ടും വാൾ എന്ന ലെയർ അൺഫ്രീസ് ചെയ്യുക.
പിന്നീട് മൂവ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൺഷെയ്ഡ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം 210 എന്ന വാല്യൂ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് റൂഫ് സ്ലാബ് എന്ന ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനായി ലെയേഴ്സിൽ മൗസ് പോയിന്റർ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ലെയർ പ്രോപ്പർട്ടീസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ലെയർ പ്രോപ്പർട്ടീസ് മാനേജർ വിൻഡോ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതാണ്. പിന്നീട് ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനായി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. റൂഫ് സ്ലാബ് എന്ന നെയിം ടൈപ്പ് ചെയ്യുക. പിന്നീട് ലെയറിന് അനുയോജ്യമായ ഒരു കളർ നൽകുക. അതിനായി ഈ കാണുന്ന സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഡിസ്പ്ലേ ചെയ്യിക്കുന്ന സെലക്ട് കളർ എന്ന ഡയലോഗ് ബോക്സിൽ നിന്നും അനുയോജ്യമായ ഒരു കളർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം OK എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ലെയർ പ്രോപ്പർട്ടീസ് മാനേജർ വിൻഡോ ക്ലോസ് ചെയ്യുക. അതിനായി ഈ കാണുന്ന ക്ലോസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് മറ്റു ലെയറുകൾ ഫ്രീസ് ചെയ്യുക. അതിനായി ലെയേഴ്സിൽ മൗസ് പോയിന്റർ പ്ലേസ് ചെയ്യുക. കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. 0 എന്ന ലെയർ കറന്റ് ലെയറാക്കി സെറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും 0 എന്ന കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ബേസ്മെന്റ് എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. പിന്നീട് വാൾ എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. അതിനുശേഷം സൺഷെയ്ഡ് എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. പിന്നീട് റൂഫ് സ്ലാബ് എന്ന ലെയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കറന്റ് ലെയറാക്കി സെറ്റ് ചെയ്യുക. പിന്നീട് വ്യൂ ചേഞ്ച് ചെയ്യുക. അതിനായി സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ലിസ്റ്റിൽ നിന്നും ടോപ്പ് വ്യൂ തിരഞ്ഞെടുക്കുക. വാളിൽ നിന്നും റൂഫ് സ്ലാബിന്റെ പ്രൊജക്ഷൻ 15 സെന്റിമീറ്റർ ആണ്. മോഡിഫൈ പാനലിലെ ഓഫ്സെറ്റ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 15 എന്ന വാല്യൂ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. വീണ്ടും ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. വീണ്ടും ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. പിന്നീട് അടുത്ത പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് ഓഫ്സെറ്റ് ചെയ്യേണ്ട അടുത്ത ലൈൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. വീണ്ടും ഓഫ്സെറ്റ് ചെയ്യേണ്ട ലൈൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് എന്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് മോഡിഫൈ പാനലിലെ ഫില്ലറ്റ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫില്ലറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. വീണ്ടും ഫില്ലറ്റ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. മൾട്ടിപ്പിൾ ആയി ഫില്ലറ്റ് ചെയ്യുവാൻ വേണ്ടി കമാൻഡ് ലൈനിലെ മൾട്ടിപ്പിൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഫില്ലറ്റ് ചെയ്യുക. ഫില്ലറ്റ് ചെയ്തതിനു ശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് വ്യൂ ചേഞ്ച് ചെയ്യുക. അതിനായി ടോപ്പ് എന്ന വ്യൂ കൺട്രോളിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന വ്യൂ ലിസ്റ്റിൽ നിന്നും സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്ന വ്യൂ തിരഞ്ഞെടുക്കുക. പിന്നീട് റെക്ടാംഗിൾ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്യുക. പിന്നീട് സെക്കൻഡ് കോർണർ സ്പെസിഫൈ ചെയ്യുക. പിന്നീട് എക്സ്ട്രൂഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ചെയ്ത റെക്ടാംഗിൾ സെലക്ട് ചെയ്യുക. പിന്നീട് എന്റർ കീ പ്രസ് ചെയ്യുക.
എക്സ്ട്രൂഷൻ വാല്യൂ 10 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ഫ്രീസ് ചെയ്ത ലെയറുകളെല്ലാം അൺഫ്രീസ് ചെയ്യുക. അതിനായി ലേയേഴ്സിൽ മൗസ് പോയിന്റർ പ്ലേസ് ചെയ്യുക. അതിനുശേഷം കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ബേസ്മെന്റ് എന്ന ലെയർ അൺഫ്രീസ് ചെയ്യുക. വീണ്ടും സ്റ്റെപ്പ് എന്ന ലെയർ അൺഫ്രീസ് ചെയ്യുക. പിന്നീട് സൺഷെയ്ഡ് എന്ന ലെയർ അൺഫ്രീസ് ചെയ്യുക. അതിനുശേഷം വാൾ എന്ന ലെയർ അൺഫ്രീസ് ചെയ്യുക. പിന്നീട് മൂവ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൂഫ് സ്ലാബ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. 300 എന്ന വാല്യൂ ടൈപ്പ് ചെയ്യുക. പിന്നീട് എന്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് മറ്റു ലെയറുകളെല്ലാം ഫ്രീസ് ചെയ്യുക. അതിനായി ലേയേഴ്സിൽ മൗസ് പോയിന്റർ പ്ലേസ് ചെയ്യുക. അതിനുശേഷം കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. 0 എന്ന ലെയർ കറന്റ് ലെയറാക്കി സെറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും 0 എന്ന ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ബേസ്മെന്റ് എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. അതിനുശേഷം റൂഫ് സ്ലാബ് എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. പിന്നീട് സ്റ്റെപ്പ് എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. അതിനുശേഷം സൺഷെയ്ഡ് എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. പിന്നീട് വാൾ എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. പാരപെറ്റ് എന്ന ലെയർ കറന്റ് ലെയറാക്കി സെറ്റ് ചെയ്യുക. പിന്നീട് വ്യൂ ചേഞ്ച് ചെയ്യുക. അതിനായി വ്യൂ കൺട്രോളിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ലിസ്റ്റിൽ നിന്നും ടോപ്പ് എന്ന വ്യൂ തിരഞ്ഞെടുക്കുക. അടുത്തതായി പാരപെറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി പോളിസോളിഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. മോഡലിംഗ് പാനലിലാണ് പോളിസോളിഡ് കമാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പിന്നീട് കമാൻഡ് ലൈനിൽ കാണുന്ന ഹൈറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. 60 എന്ന വാല്യൂ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് കമാൻഡ് ലൈനിൽ കാണുന്ന വിഡ്ത് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. 10 എന്ന വാല്യൂ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അടുത്തതായി കമാൻഡ് ലൈനിൽ കാണുന്ന ജസ്റ്റിഫൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും കമാൻഡ് ലൈനിൽ കാണുന്ന ലെഫ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. പിന്നീട് സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം തേർഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അടുത്ത പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം കമാൻഡ് ലൈനിലെ ക്ലോസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വ്യൂ ചേഞ്ച് ചെയ്യുക. അതിനായി ടോപ്പ് വ്യൂ കൺട്രോളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്ന വ്യൂ തിരഞ്ഞെടുക്കുക. പിന്നീട് മറ്റു ലെയറുകളെല്ലാം അൺഫ്രീസ് ചെയ്യുക. അതിനായി ലേയേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ബേസ്മെന്റ് എന്ന ലെയർ അൺഫ്രീസ് ചെയ്യുക. പിന്നീട് റൂഫ് സ്ലാബ് എന്ന ലെയർ അൺഫ്രീസ് ചെയ്യുക. സ്റ്റെപ്പ് എന്ന ലെയർ അൺഫ്രീസ് ചെയ്യുക. സൺഷെയ്ഡ് എന്ന ലെയർ അൺഫ്രീസ് ചെയ്യുക. പിന്നീട് വാൾ എന്ന ലെയർ അൺഫ്രീസ് ചെയ്യുക. പിന്നീട് മൂവ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പാരപെറ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം 310 എന്ന വാല്യൂ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം വിഷ്വൽ സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക. അതിനായി കോൺസെപ്ച്വൽ എന്നെഴുതിയതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. വിഷ്വൽ സ്റ്റൈൽ ലിസ്റ്റിൽ നിന്നും റിയലിസ്റ്റിക് വിഷ്വൽ സ്റ്റൈൽ തിരഞ്ഞെടുക്കുക. അനുയോജ്യമായ കളർ ലെയറിന് നൽകാൻ സാധിക്കുന്നതാണ്.
അതിനായി വീണ്ടും ലെയേഴ്സ് പാനലിൽ ക്ലിക്ക് ചെയ്യുക. കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. 0 എന്ന ലെയർ കറന്റ് ലെയറായി സെറ്റ് ചെയ്യുക. വീണ്ടും ലെയേഴ്സിൽ മൗസ് പോയിന്റർ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ലെയർ പ്രോപ്പർട്ടീസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പാരപെറ്റ് ലെയറിന്റെ കളർ ടൈപ്പ് ചേഞ്ച് ചെയ്യുക. അതിനായി സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായ ഒരു കളർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം OK എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. റൂഫ് സ്ലാബ് എന്ന ലെയറിന്റെ കളർ ടൈപ്പ് ചേഞ്ച് ചെയ്യുക. അതിനായി ഈ കാണുന്ന സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായ ഒരു കളർ ടൈപ്പ് തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ കളർ എന്നെഴുതിയതിന് താഴെ കാണുന്ന റെക്ടാങ്കുലർ ബോക്സിൽ അനുയോജ്യമായ ഒരു കളർ ടൈപ്പ് ചെയ്തതിനു ശേഷം OK എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും സൺഷെയ്ഡ് എന്ന ലെയറിന്റെ കളർ ടൈപ്പ് ചേഞ്ച് ചെയ്യുക. അതിനായി ഈ കാണുന്ന സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായ ഒരു കളർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം OK എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ബേസ്മെന്റ് എന്ന ലെയറിന്റെ കളർ ചേഞ്ച് ചെയ്യുക. അതിനായി ഈ കാണുന്ന സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായ ഒരു കളർ ടൈപ്പ് ചെയ്യുക. OK എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് സ്റ്റെപ്പ് എന്ന ലെയറിന്റെ കളർ ടൈപ്പ് ചേഞ്ച് ചെയ്യുക. അതിനായി ഈ കാണുന്ന സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായ ഒരു കളർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം OK എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ അനുയോജ്യമായ കളറുകൾ ലെയറിന് നൽകാൻ സാധിക്കുന്നതാണ്. ലെയർ പ്രോപ്പർട്ടീസ് മാനേജർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിനായി ക്ലോസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വിഷ്വലൈസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. വിഷ്വൽ സ്റ്റൈൽസ് എന്ന പാനലിലെ നോ എഡ്ജസ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന കമാൻഡ് ലിസ്റ്റിൽ നിന്ന് ഫേസറ്റ് എഡ്ജസ് എന്ന കമാൻഡ് തിരഞ്ഞെടുക്കുക. ഈ രീതിയിൽ നമുക്കൊരു 3D ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്.